أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا أنعمنا على الإنسان أعرض ونأى بجانبه وإذا مسه الشر فذو دعاء عريض. قل أرأيتم من كان من عند الله ثم كفرتم به من أضل ممن هو في شقاق بعيد. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أنك محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد الفائزين برضا الله. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കഴിവിൻ്റെ പരമാവധി കാത്തുസൂക്ഷിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ അറിഞ്ഞ് ആരാധിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഖ്ലിസുകളിൽ അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ, സന്ദർഭങ്ങളെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 49-50 ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ ആളുകളുടെ, എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ചില സ്വഭാവങ്ങളെയാണ് ചൂണ്ടിക്കാണിച്ചു തന്നത്. ഗുണത്തിന് വേണ്ടി മനുഷ്യർ പ്രാർത്ഥിക്കുമ്പോൾ യാതൊരു മടുപ്പും അവർക്ക് ഉണ്ടാവുകയില്ല. വീണ്ടും 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 ആ ഗുണം വർദ്ധിപ്പിച്ചു കിട്ടുവാൻ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും മനുഷ്യർ. പക്ഷേ അവനെ ഒരു ദോഷം ബാധിച്ചുവെങ്കിൽ അവൻ ആശ മുറിഞ്ഞ് നിരാശനായി മടങ്ങുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി. പിന്നീട് അള്ളാഹു നമ്മെ പഠിപ്പിച്ചത്, മനുഷ്യന് കഷ്ടനഷ്ടങ്ങൾക്ക് ശേഷം റഹ്മാനായ റബ്ബ് വല്ല കാരുണ്യവും അനുഗ്രഹവും നൽകിയാൽ, അവനെ ആസ്വദിപ്പിച്ചാൽ, നഷ്ടങ്ങൾക്ക് ശേഷം സന്തോഷം ലഭ്യമായാൽ ധിക്കാരത്തിൻ്റെ വർത്തമാനമാണ് ആ മനുഷ്യനിൽ നിന്ന് ഉണ്ടാവുക. ഈ അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് അർഹതപ്പെട്ടത് തന്നെയാണ്, ഇതൊക്കെ എൻ്റെതാണ്, അന്ത്യനാൾ വരും എന്നതിനെക്കുറിച്ച് ഒരു ചിന്ത എനിക്കില്ല, അങ്ങനെ ഒരു ദിവസം വരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി റഹ്മാനായ റബ്ബിലേക്ക് എന്നെ മടക്കപ്പെട്ടാൽ തന്നെ തീർച്ചയായും എനിക്ക് ആ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ഉന്നതമായ നില തന്നെയാണ് ഉണ്ടാവുക എന്ന അഹങ്കാരത്തിൻ്റെ സംസാരമായിരിക്കും ആ മനുഷ്യനിൽ നിന്ന് ഉണ്ടാവുക, നന്മകൾ ലഭ്യമായാൽ. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകൾക്ക് നൽകിയ താക്കീത്, ഇങ്ങനെ അവിശ്വസിച്ചവരെ അവരെന്താണോ ഭൗതികമായ ജീവിതത്തിൽ വെച്ചുകൊണ്ട് പ്രവർത്തിച്ചത്, അത് നാളെ പരലോകത്ത് വെച്ച് നാം അവരെ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും.
അവർക്ക് കടുത്ത ശിക്ഷയിൽ നിന്ന് നാം ആസ്വദിപ്പിക്കുകയും ചെയ്യും എന്ന് അല്ലാഹു തആല താക്കീത് നൽകുകയും ചെയ്തു. തുടർന്ന് അത്തരം ചില ആളുകളുടെ സ്വഭാവം തന്നെയാണ് തുടർന്നും അല്ലാഹു പറയുന്നത്. وَإِذَا أَنْعَمْنَا عَلَى الْإِنسَانِ أَعْرَضَ وَنَأَىٰ بِجَانِبِهِ وَإِذَا مَسَّهُ الشَّرُّ فَذُو دُعَاءٍ عَرِيضٍ. وَإِذَا أَنْعَمْنَا നാം അനുഗ്രഹം ചെയ്തു കൊടുത്താൽ, വഇദാ അൻഅംനാ നാം അനുഗ്രഹം ചെയ്തു കൊടുത്താൽ, ആർക്ക്? അലൽ ഇൻസാൻ മനുഷ്യന്റെ മേൽ നാം വല്ല അനുഗ്രഹങ്ങളും ചെയ്തു കൊടുത്താൽ, അഅറള അവൻ തിരിഞ്ഞു കളയും. അഅറള അവൻ തിരിഞ്ഞു കളയും ആ അനുഗ്രഹത്തിൽ നിന്ന്. നന്ദി ചെയ്യേണ്ടതിന് പകരം അവൻ ധിക്കാരിയായി മാറും. ഇനിയോ വനആ അവൻ ഒഴിഞ്ഞു പോവുകയും ചെയ്യും. ബിജാനിബിഹി അവന്റെ പാർശ്വം കൊണ്ട്, അവന്റെ പാർശ്വം കൊണ്ട് അവൻ അകന്നു പോവുകയും ചെയ്യും. വനആ അവൻ അകന്നു പോകും. ബിജാനിബിഹി അവന്റെ പാർശ്വം കൊണ്ട്. അഥവാ നന്ദിയില്ലാതെ അഹംഭാവം നടിച്ചുകൊണ്ട് ആ നന്മകൾക്ക് നന്ദി ചെയ്യേണ്ടതിന് പകരം തിരിഞ്ഞു കളഞ്ഞ് അഹംഭാവം നടിച്ച് തൻ്റെ പാർശ്വവുമായി, തൻ്റെ ഇഷ്ടവുമായി, തൻ്റെ അഹങ്കാരവുമായി അവൻ അകന്നു പോവുകയും ചെയ്യും. എപ്പോൾ മനുഷ്യന് വല്ല നന്മയും ലഭിച്ചാൽ ഒരു നന്ദിയും ഇല്ലാത്തവനായി മാറും എന്നർത്ഥം. ഇനിയോ വഇദാ മസ്സഹു അവനെ സ്പർശിച്ചാൽ, അശ്ശർറു വല്ല തിന്മകളും വല്ല വേദനകളും വല്ല ദോഷങ്ങളും ഇനി അവനെ ബാധിച്ചാലോ, ഫദൂ ദുആ അപ്പോൾ അവൻ പ്രാർത്ഥനക്കാരനായിരിക്കും. അരീദ് വിശാലമായ വിസ്തൃതമായ പ്രാർത്ഥനക്കാരനുമായിരിക്കും. സന്തോഷം ലഭിച്ചാൽ, അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ധാരാളമായി അല്ലാഹു തആല നൽകിയാൽ ഒരു നന്ദിയും ഇല്ലാതെ അഹംഭാവം നടിച്ച് ഇതൊക്കെ എന്റേതാണ്, ഇതൊക്കെ കിട്ടാൻ ഞാൻ അർഹനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം അവഗണിച്ച്, എല്ലാ നന്മകളെയും അവഗണിച്ച് എൻ്റെ റബ്ബെനിക്ക് നൽകിയതാണ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന എനിക്ക് ഇതെല്ലാം എൻ്റെ നാഥൻ തന്നതാണ്, നാഥന്റെ ഔദാര്യമായി കിട്ടിയതാണെന്ന ചിന്തയില്ലാതെ അള്ളാഹുവിൽ നിന്ന് മറഞ്ഞ്, അള്ളാഹുവിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞ്, ദീനിനെ വിസ്മരിച്ച്, പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാമിനെ ധിക്കരിച്ച് അഹംഭാവം നടിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു കളയും. പക്ഷേ അവർക്ക് നാം വല്ല ദോഷങ്ങളും തിന്മകളും നൽകിയാലോ പിന്നീട് അവൻ വലിയ പ്രാർത്ഥനക്കാരനായിരിക്കും. അതുവരെ അഹംഭാവിയായി നടന്ന അവൻ അല്ലാഹുവിനോട് ആ തിന്മകൾ ഒഴിഞ്ഞു കിട്ടാൻ, ആ വേദനകൾ ഇല്ലാതെയാകാൻ ഫദൂ ദുആഇൻ അരീദ് വിശാലമായ പ്രാർത്ഥനക്കാരൻ, ഇടതടവില്ലാതെ രാത്രിയിലും നിസ്കാരത്തിന്റെ ശേഷവും എപ്പോഴും പ്രാർത്ഥനയായിരിക്കും. കാണുന്നവരോടൊക്കെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടും എപ്പോ വല്ല തിന്മകളും കിട്ടിയാൽ. എന്നാൽ നന്മകൾ കിട്ടിയാലോ ഒരു നന്ദിയും ഇല്ലാതെ അഹംഭാവിയായി അവൻ മറഞ്ഞു കളയുകയും ചെയ്യും, തിരിഞ്ഞു കളയും. മനുഷ്യന്റെ ഒരു സ്വഭാവത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ബോധ്യപ്പെടുത്തുന്നത്. قُلْ أَرَأَيْتُمْ إِنْ كَانَ مِنْ عِنْدِ اللَّهِ ثُمَّ كَفَرْتُمْ بِهِ مَنْ أَضَلُّ مِمَّنْ هُوَ فِي شِقَاقٍ بَعِيدٍ. 51-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത്, മനുഷ്യരുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ല അനുഗ്രഹവും ചെയ്താൽ അതിനെ അവഗണിച്ച് തിരിഞ്ഞു കളയുകയും അഹംഭാവം നടിച്ച് തൻ്റെ പാർശ്വവുമായി അകന്നു പോവുകയും ചെയ്യും. എന്നാൽ ദോഷം ബാധിച്ച ആളുകൾ അവന് വിശാലമായ പ്രാർത്ഥനക്കാരനുമായിരിക്കും എന്ന് പറഞ്ഞതിന് ശേഷം 52-ാമത്തെ ആയത്തിൽ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന്, അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ നിന്ന്
ധിക്കരിച്ച് നടക്കുന്ന ആളുകൾക്കുള്ള ശക്തമായ ഒരു താക്കീതാണ്. ഖുൽ നബിയെ പറയുക, അറഅയ്തും നിങ്ങൾ കണ്ടുവോ ഇൻ കാന അതാണെങ്കിൽ, ഏത് പരിശുദ്ധമായ ഖുർആനാണെങ്കിൽ, മിൻ ഇൻദില്ലാ അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണെങ്കിൽ, സുമ്മ പിന്നീട് അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള ആ പരിശുദ്ധമായ ഖുർആൻ പിന്നീട് കഫർത്തും നിങ്ങൾ അവിശ്വസിച്ചിരിക്കുകയാണ്, ബിഹി അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള പരിശുദ്ധ ഖുർആൻ കൊണ്ട്, ബിഹി അതുകൊണ്ട് നിങ്ങൾ അവിശ്വസിച്ചിരിക്കുകയാണ്. ഇങ്ങനെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ വേദഗ്രന്ഥത്തിലെ കൽപ്പനകളെ നിഷേധിച്ച, പരലോകത്തെ നിഷേധിച്ച, റബ്ബിനെ നിഷേധിച്ച ആളുകളെ കുറിച്ച് അല്ലാഹു പറയുന്നത്, മൻ അവല്ലു ആരാണ് അധികം വഴിപിഴച്ചവൻ, മൻ അവല്ലു ആരാണ് വഴിപിഴച്ചവൻ, മിമ്മൻ ഒരുവനേക്കാൾ, ഹുവ അവൻ, ഫീ ശിഖാഖിൻ കക്ഷിത്വത്തിലാണ്, ഭിന്നിപ്പിലാണ്, ബഈദിൻ വിദൂരമായ വഴിപിഴവിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, നബിയെ നിങ്ങൾ കണ്ടുവോ ഒന്ന് പറയുവീൻ. ഈ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിൽ നിന്നുള്ളതായിരിക്കുകയും എന്നിട്ട് നിങ്ങൾ ആ പരിശുദ്ധമായ ഖുർആനിൽ അവിശ്വസിച്ചിരിക്കുകയുമാണ് ചെയ്യുന്നതെങ്കിൽ, വിദൂരമായ കക്ഷി മത്സരത്തിൽ സ്ഥിതി ചെയ്യുന്നവരെ നിങ്ങളെക്കാൾ വഴിപിഴച്ചവർ വേറെ ആരാണ് ഉള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, അവരോട് ചോദിക്കാൻ. അഥവാ പരിശുദ്ധമായ ഖുർആനിനെയും ആ പരിശുദ്ധമായ ഖുർആനിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ഇനി വരാനിരിക്കുന്ന പരലോക ജീവിതത്തെയുമൊക്കെ മഹ്ശറയെയുമൊക്കെ നിഷേധിക്കുന്ന ആളുകൾക്ക് അല്പമെങ്കിലും മനസ്സാക്ഷിക്കുത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സത്യാന്വേഷണമായ ഒരു ബുദ്ധി അവർക്കുണ്ടെങ്കിൽ, അവഗണിക്കാൻ കഴിയാത്ത വളരെ വ്യക്തമായ ഒരു ചോദ്യമാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നയിക്കുന്നത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഈ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിൽ നിന്നുള്ളതാണ് എന്നാണ്. അല്ലാഹുവിൽ നിന്നുള്ളതാണ് ഈ വേദഗ്രന്ഥം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അവരോട് പറഞ്ഞത്. അത് സത്യവുമാണ്, അത് യഥാർത്ഥവുമാണ്. വാസ്തവത്തിൽ അല്ലാഹുവിൽ നിന്നുള്ളതല്ലാത്ത ഒരു കൽപ്പനയും ഒരു വാചകവും പരിശുദ്ധമായ ഖുർആനിലില്ല എന്നത് ബുദ്ധിയുള്ള, യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ മനസ്സ് കാണിക്കുന്ന ഏവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. എന്നാൽ ആ പരിശുദ്ധമായ ഖുർആനിൽ വിശ്വസിക്കാതെ അത് മനുഷ്യനിർമ്മിതമാണെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർമ്മിതിയാണ്, ആരോപണങ്ങളും ദുരാരോപണങ്ങളും പറഞ്ഞു ആ പരിശുദ്ധമായ ഖുർആനിൽ വിശ്വസിക്കാതെ നിഷേധിക്കാൻ മനക്കെടുന്നവർ അവരാണ് ഏറ്റവും വലിയ വഴിപിഴച്ചവർ. അവരെക്കാളും വഴിപിഴച്ചവർ ആരുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരോട് പറയാൻ അവരാണ് ഏറ്റവും വഴിപിഴച്ച ആളുകൾ. ഇനി അത് അല്ലാഹുവിങ്കൽ നിന്നുള്ളതല്ല എന്ന് സങ്കല്പിക്കുക. അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. അല്ലാഹുവിൽ നിന്നുള്ളതാണ് എന്നതാണ് യഥാർത്ഥം. അതിൽ സത്യസന്ധമായി വിശ്വസിക്കണം. പരിശുദ്ധമായ ഖുർആനിലുള്ള ഒരു കൽപ്പനയോ ഒരു വാചകം പോലും അല്ലാഹുവിൽ നിന്നുള്ളതല്ലാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായി ഉണ്ടാക്കിയ ഒരു വാചകവും പരിശുദ്ധമായ ഖുർആനിലില്ല എന്ന് വിശ്വസിക്കേണ്ടത് വിശ്വാസികളുടെ നിർബന്ധമാണ്. വിശ്വാസികൾക്ക് നിർബന്ധമാണ്. എല്ലാം അല്ലാഹുവിന്റെ വാചകമാണ്, അല്ലാഹുവിന്റെ കലാമാണ്. ഇനി അവിശ്വാസികളാകുന്ന ആളുകളുടെ ജൽപ്പനങ്ങളെ പോലെ അല്ലാഹുവിങ്കൽ നിന്നുള്ളതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കളവ് പറയുകയാണ് എന്ന് സങ്കൽപ്പിച്ചാൽ പോലും അതിൽ വിശ്വസിച്ചു എന്നതുകൊണ്ട് അവർക്ക് ധാരാളം നന്മകൾ കൈവരികയല്ലാതെ അതുകൊണ്ട് അവർക്ക് യാതൊരു ദൂഷ്യങ്ങളും വരാനില്ല. അല്ലാഹുവിൽ നിന്നുള്ളതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാക്കിയതാണ് എന്ന് സങ്കൽപ്പിച്ചാൽ തന്നെയും
അള്ളാഹു കാക്കുമാറാവട്ടെ അത്തരം ചിന്തകളിൽ നിന്ന്. അങ്ങനെ സങ്കല്പിച്ചാൽ പോലും അതിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അവർക്ക് നന്മകൾ ഉണ്ടാവും എന്നതല്ലാതെ അവർക്ക് അതുമൂലം ഒരാപത്തും വരാനില്ല എന്ന ഒരു താക്കീതും ഒരു ഓർമ്മപ്പെടുത്തലുമാണ് ഈ ആയത്തുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആൻ അത് സത്യസന്ധമാണ് എന്ന് വിശ്വസിക്കണം. അതിലുള്ളതെല്ലാം നമുക്ക് നന്മകൾക്ക് വേണ്ടി മാത്രമേ അല്ലാഹു പറഞ്ഞിട്ടുള്ളൂ. പരിശുദ്ധമായ ഖുർആനിൽ അവിശ്വസിക്കരുത്. അതിലൊരു വാചകം പോലും ഒരു കൽപ്പനകൾ പോലും അല്ലാഹുവിൻ്റെതല്ലാത്തതായി ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാചകം പരിശുദ്ധമായ ഖുർആനുകളിൽ ഇല്ല. എല്ലാം അല്ലാഹുവിന്റെ വാചകമാണ്. ആ പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകളെ, അതിലുള്ള നിയമങ്ങളെ, അതിലുള്ള നിർദ്ദേശങ്ങളെ ആരെങ്കിലും അവിശ്വസിച്ചാൽ വിദൂരമായ കക്ഷി മത്സരത്തിൽ സ്ഥിതി ചെയ്യുന്നവരെക്കാൾ വഴിവിടച്ചവരാണ് അവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. വഴക്കുകളിലും വക്കാണങ്ങളിലും സംഘടനകളുടെ പക്ഷപാതിത്വത്തിൽ അനുസൃതമായി പരിശുദ്ധമായ ഖുർആനിൽ നിന്നകന്നാൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ ഇങ്ങനെ അല്ലാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാവൂ, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുമ്പോൾ അത് അവർ നമ്മുടെ സംഘടനക്കാരല്ല, അവര് നമ്മുമായി ബന്ധപ്പെട്ടവരല്ല, നമ്മുടെ സംഘടനയെ എതിർക്കുന്നവരാണ്. അങ്ങനെ സംഘടനാ പക്ഷപാതിത്വത്തിലും വൈരത്തിലും കുടുങ്ങി പരിശുദ്ധമായ ഖുർആനിന്റെ ആദർശങ്ങളിൽ നിന്ന് അകന്നവർ അവർ ഏറ്റവും വലിയ വഴിവിടച്ച ആളുകളാണ് എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പഠിക്കുക, അത് പകർത്തുക, അതിൽ കൃത്യമായി 100% വിശ്വസിക്കുക. അതിലുള്ളതെല്ലാം റഹ്മാനായ റബ്ബിന്റെ വാചകങ്ങളാണ്. അതിലുള്ള ഓരോ അക്ഷരങ്ങൾക്കും പ്രതിഫലമുണ്ട്. അത് പാരായണം ചെയ്യുന്നതിൽ, അത് പഠിക്കുന്നതിൽ, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ, ഇഹപര ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ നെഞ്ചിലേറ്റി അത് പഠിക്കുകയും പകർത്തുകയും ചെയ്യുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.